ഹലോ ഗൈസ്, രാവിലെ മഴയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുടെ കൂടെ മുട്ടക്കറിയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പണികളെല്ലാം അമ്മ എന്നെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളിയും വഴറ്റി കൊടുത്തിട്ട് ബാക്കി പണികളെല്ലാം അമ്മ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ റെഡിയാവാൻ പോയി. അപ്പോഴത്തേന് ഞാൻ പോകാനുള്ള സമയമായിട്ട് ഞാൻ റെഡിയായിട്ട് വന്നപ്പോഴേക്ക് ദോശയും മുട്ടക്കറിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതും കഴിച്ച് ഞാൻ നേരെ ഇറങ്ങി കേട്ടോ. ഇന്ന് പിന്നെ എത്ര നേരത്തെ ഇറങ്ങിയാലും കൃത്യസമയത്ത് എത്തിയാലും എനിക്ക് ബസ് കാണില്ല. എന്തെങ്കിലും അവധി ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങളുടെ റൂട്ടിൽ ബസ് കാണത്തില്ല കേട്ടോ. ബൈ റൂട്ട് ആയതുകൊണ്ട് ഈ സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണേ. ദേ ലെവൻ അവൻ എന്നെ കണ്ടിട്ട് അവിടുന്ന് കുണുങ്ങി കുണുങ്ങി വരുന്നുണ്ട്. ഇനി ഞാൻ പോകുന്നവരെ എൻ്റെ അടുത്ത് കാണും കേട്ടോ. ഇനി ഞാൻ ബസ് കയറി പോയാൽ എനിക്ക് വണ്ടി കിട്ടാതെ അവൻ ഇവിടുന്ന് പോകത്തില്ല. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ കിട്ടി കേട്ടോ. ആ ഓട്ടോ ആണെങ്കിൽ സ്റ്റാൻഡ് വരെ ഉള്ളായിരുന്നു. പക്ഷേ അങ്കിൾ എന്നെ ഹോസ്പിറ്റൽ വരെ ആക്കി തന്നു. ഇന്ന് പിന്നെ നമുക്ക് പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് അമ്പലമാണ്. അപ്പോൾ ഇന്ന് വാവായതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് രാവിലെ. ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ ഞങ്ങൾക്കൊരു സ്നേഹ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ സ്ഥിരം പേഷ്യൻ്റായ ഓമനയമ്മയാണ് നമുക്കിത് തന്നത്. അമ്മയുടെ കണ്ണിൻ്റെ 2 സർജറി നമ്മുടെ ഹോസ്പിറ്റലിലാണ് കഴിഞ്ഞത്. അപ്പോൾ സ്ഥിരം ചെക്കപ്പിന് വന്നായിരുന്നു ഇന്ന്. അങ്ങനെ മെഡിസിനൊക്കെ വാങ്ങി തിരിച്ചു പോയിട്ട് അമ്മ വീണ്ടും കയറി വരുന്നത് കണ്ടു. അമ്മ ഇവിടെ ആദ്യം വരുന്ന സമയത്ത് അമ്മയ്ക്ക് നല്ല കാഴ്ചക്കുറവായിരുന്നു. അപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് നല്ല കാഴ്ച കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അമ്മ ഇത് വാങ്ങി തന്നത്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. അത്ര സ്നേഹത്തോടാണ് അമ്മ നമുക്കിത് കൊണ്ടു തന്നത്. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചിലവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഇവളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അവളെ ട്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവളെ ലഡു വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ നിന്നതാട്ടോ അമ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.